സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് വിജയദശമിയാണ്. സർവ്വവിജയങ്ങളുടെയും വിദ്യയുടെയും ദേവതയായ സരസ്വതി ദേവിയുടെ ദിവസമാണ്. കുട്ടികൾ ഇന്ന് എഴുത്തിന് വയ്ക്കുന്ന ദിവസമാണ്. ആദ്യ അക്ഷരം കുറിക്കുന്ന ദിവസമാണ്. അക്ഷര എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, അക്ഷര എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. വിദ്യാധനം സർവധനാൽ പ്രധാനം. നശിക്കാത്ത ധനമാണ് വിദ്യ. ബാക്കി എല്ലാ ധനവും നശിക്കും. നശിക്കാത്ത ധനം എന്താണ്? വിദ്യാധനം. വിദ്യാധനം സർവധനാൽ പ്രധാനം. അപ്പോൾ സരസ്വതി ദേവി എന്ന് പറയുമ്പോൾ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിൻ്റെ പത്നിയാണ് സരസ്വതി ദേവി. സകല കലകളുടെയും ദേവതയാണ്, സർവജ്ഞാനത്തിൻ്റെയും ദേവതയാണ്. അതുകൊണ്ട് ഇന്ന് വിജയദശമി ദിവസം ചെറിയ കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് വിദ്യാരംഭം കുറിക്കുന്നു. ആ വിദ്യാരംഭത്തിന് കുറിക്കുന്ന മന്ത്രം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. അങ്ങനെ വിജയദശമി ദിവസം ആ ആദ്യ അക്ഷരം കുറിക്കുന്ന കുട്ടികൾക്ക് സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ വിദ്യകളും അതിൻ്റെ വിജയദശമി ദിവസമാണല്ലോ, വിജയത്തിൻ്റെ ദിവസം, വിജയത്തിലേക്ക് എത്തട്ടെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ യാ ദേവി സർവഭൂതേഷു ജ്ഞാനരൂപേണ സംസ്ഥിത. സർവജ്ഞാനങ്ങളുടെ ദേവതയാണ്. യാ ദേവി സർവഭൂതേഷു ജ്ഞാനരൂപേണ സംസ്ഥിത. നമസ്തസ്യേ 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 നമോ നമ. അങ്ങനെ ആ സരസ്വതി ദേവിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്കിവിടെ വന്നിട്ടുള്ള ദേവിയുടെ കാർഡ് ദുർഗാദേവി. അപ്പോൾ ദുർഗാദേവിയുടെ മെസ്സേജ് എന്താണ്? നവീകരണത്തിനുള്ള ആഗ്രഹം നിങ്ങളുടെ ആത്മീയമായ ഉന്നതിയെ ഉണർത്തുന്നതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതായത് നവീകരണം, നമ്മളിൽ തന്നെ ഒരു ശുദ്ധി വരുത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിൽ ആത്മീയമായ ഉന്നതിയെ ഉണർത്തും എന്നുള്ളതാണ് ഇവിടെ ദുർഗാദേവിയുടെ സന്ദേശം. അപ്പോൾ ഈ വിജയദശമി ദിവസം എല്ലാവർക്കും സർവ്വവിജയങ്ങളും സർവജ്ഞാനങ്ങളും വിദ്യയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ദുർഗാദേവിയുടെ അനുഗ്രഹങ്ങളും സർവ്വവിധ കഷ്ടതകളും ദുരിതങ്ങളൊക്കെ മാറി എല്ലാവർക്കും ദുർഗാദേവിയുടെ സകല അനുഗ്രഹങ്ങളും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആശ്വസിക്കുന്നു. എല്ലാവർക്കും വിജയദശമിയുടെ ആശംസകൾ. താങ്ക് യു.